ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയ ട്രാഷ് എന്ന സിനിമയാണ്. IMDbയിൽ 7.1 റേറ്റിംഗ് ഉള്ള ഈ സിനിമയാണ് ഞങ്ങൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെയൊക്കെ പടച്ചു വിട്ടിട്ട് ദൂരെ എവിടെയോ ഇരുന്ന് നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം കണ്ട് കൈയടിച്ചു ചിരിക്കുന്ന ഒരാളുണ്ട് മുകളിൽ. അതുപോലെ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തന്നെ ജനങ്ങളെ ഊമ്പിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ എല്ലാം വിധിയെന്ന് കരുതി എല്ലാം പൊത്തിപ്പിടിച്ച് സഹിച്ച് ജീവിക്കുന്ന ജനങ്ങളിൽ വോട്ടെടുപ്പിന് പോലും പ്രായമാകാത്ത 3 പയ്യന്മാർ ചേർന്ന് അവരുടെ രാജ്യത്ത് അവരുടെ ജീവൻ വരെ പണയം വെച്ച് ഭരണകൂടത്തിലെ അധികാരിയുടെ തെറ്റുകൾ ജനങ്ങളിൽ എത്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതിൽ അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഒരു ത്രില്ലർ മൂഡിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണിത്. ഈ സിനിമ എന്തായാലും നിങ്ങളെ ഒരിക്കലും നിരാശരാക്കുകയില്ല എന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഒരാൾ തന്റെ മകളുടെ ശവകുടീരത്തിൽ പൂക്കളെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നതായി കാണിക്കുന്നു. അയാളുടെ പേര് ജോസ് ആഞ്ചലോ എന്നാണ്. സിനിമ തുടങ്ങിയത് ശവക്കല്ലറയാണല്ലോ കണിയെന്നോർത്ത് ആരും സങ്കടപ്പെടേണ്ട. ഈ സിനിമയിലെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് ഈ ശവക്കല്ലറയാണ്. അതിനുശേഷം ജോസ് ആഞ്ചലോയുടെ വീട് കാണിക്കുന്നു. ആ സമയം കുറെ പോലീസുകാർ അവിടെ എത്തി. അവർ ജോസ് ആഞ്ചലോയെ പിടിക്കാനായി വന്നതായിരുന്നു. പോലീസിനെ കണ്ട ജോസ് ആഞ്ചലോ തന്റെ പേഴ്സ് എടുത്ത് പുറകുവശത്തുള്ള ജനലിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത് കണ്ട പോലീസുകാർ അവനെ പിടിക്കാനായി പുറകെ ഓടി ജോസ് ആഞ്ചലോയുടെ കാലിൽ വെടിവെക്കുന്നു. കാലിൽ വെടികൊണ്ട ജോസ് ആഞ്ചലോ പോലീസുകാർ തന്നെ പിടിക്കുമെന്ന് മനസ്സിലാക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് താഴേക്ക് വലിച്ചെറിയുന്നു. ആ പേഴ്സ് ആണെങ്കിൽ ചെന്നു വീണത് റോഡിൽ കൂടി പോയിക്കൊണ്ടിരുന്ന വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ലോറിക്കകത്തായിരുന്നു. പോലീസുകാർ ആ പേഴ്സ് ആ വേസ്റ്റ് ലോറിയിൽ വീഴുന്നത് കണ്ടെങ്കിലും അവർക്കത് എടുക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർ ജോസ് ആഞ്ചലോയെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പേഴ്സ് വീണ ആ ലോറി വേസ്റ്റ് എല്ലാം കൊണ്ടുകളയുന്ന വലിയൊരു സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് ധാരാളം പേർ ലോറികളിൽ വരുന്ന വേസ്റ്റിനകത്തു നിന്നും ആക്രിയെല്ലാം പെറുക്കി ജീവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പേഴ്സ് വീണ ആ ലോറിയും അവിടെ എത്തി. വേസ്റ്റ് എല്ലാം അവിടെ തട്ടുന്നു. ആ സമയം ആ ലോറിയിൽ വീണ പേഴ്സ് അവിടെ ആക്രി പെറുക്കിക്കൊണ്ടിരുന്ന ഒരു പയ്യന്റെ കയ്യിൽ കിട്ടുന്നു. ആ പയ്യന്റെ പേരാണ് റാഫേൽ. ഇവനാണ് നമ്മുടെ ഈ സിനിമയിലെ ഹീറോ. അങ്ങനെ ആ പേഴ്സ് കിട്ടിയതും അതിൽ നിറയെ പൈസ കണ്ട അവൻ അന്നത്തെ ആക്രി പെറുക്കം നിർത്തി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ അവന്റെ കൂട്ടുകാരൻ എന്താ നിർത്തിയത് എന്ന് ചോദിക്കുന്നു. അവന്റെ ആ കൂട്ടുകാരന്റെ പേര് ഗാർഡോ എന്നായിരുന്നു. അങ്ങനെ റാഫേൽ കൂട്ടുകാരൻ ഗാർഡോയെയും കൂട്ടി ആരും കാണാത്ത ഒരിടത്ത് വന്നിരുന്ന് ആ പേഴ്സിൽ എന്താണുള്ളതെന്ന് നോക്കുന്നു. അതിൽ കുറച്ച് പൈസ കണ്ട റാഫേൽ അതിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ഗാർഡോയ്ക്ക് കൊടുത്ത് അവിടെ നിന്നും പറഞ്ഞു വിട്ടതിനു ശേഷം ആ പേഴ്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കുന്നു. ആ പേഴ്സിൽ പൈസ കൂടാതെ ജോസ് ആഞ്ചലോയുടെ ID കാർഡ്, ഒരു താക്കോല്, ഒരു കുഞ്ഞു കലണ്ടർ, കുറെ മൃഗങ്ങളുടെ ഫോട്ടോസ് കൂടാതെ ഒരു പെൺകുട്ടിയുടെ കുറെ ഫോട്ടോസും ഉണ്ടായിരുന്നു. ആ സമയം ജോസ് ആഞ്ചലോയെ കാണിക്കുന്നു. ജോസ് ആഞ്ചലോയെ പോലീസുകാർ കെട്ടിയിട്ട് പൈസയും പുസ്തകവും എവിടെയെന്ന് ചോദിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ ജോസ് ആഞ്ചലോ അത്രയൊക്കെ പീഡനമേറ്റിട്ടും വായ തുറക്കാത്തതിനാൽ പോലീസുകാർ ജോസ് ആഞ്ചലോയെ അടിച്ചു കൊല്ലുന്നു. അപ്പോൾ വീണ്ടും റാഫേലിന്റെ ചേരി കാണിക്കുന്നു. അവിടെ അവരുടെ ചേരിയിൽ സ്കൂളിൽ പോയി പഠിക്കാൻ സാധിക്കാത്ത പിള്ളേരെയെല്ലാം പഠിപ്പിക്കുന്നതിനായി ഒരു സിസ്റ്റർ വരുമായിരുന്നു. ആ സിസ്റ്ററിന്റെ പേര് ഒലീവിയ എന്നാണ്. ഒലീവിയ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതായി കാണിക്കുന്നു. ആ സമയം റാഫേലിന്റെ കൂട്ടുകാരൻ ഗാർഡോ കിട്ടിയ പൈസയ്ക്ക് കഴിക്കാനായി ചിക്കനും മട്ടനും എല്ലാം വാങ്ങി അവന്റെ ആന്റിയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അടുത്തുള്ള ഒരു ചെളിവെള്ളം പോലെയുള്ള ആറ്റിൽ റാഫേലിനെയും കൂട്ടി കുളിക്കാൻ പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ട് കുറേയധികം പോലീസുകാർ വന്ന് അവിടെയുള്ള ആളുകളോട് എന്തൊക്കെയോ തിരക്കുന്നത്. ആ പോലീസുകാരിൽ ഒരാൾ അവിടെയെല്ലാം ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട ഹീറോയുടെ കൂട്ടുകാരൻ ഗാർഡോ ആ പോലീസുകാരനോട് ചോദിച്ചു, സാർ, എന്തിനാണ് ഇവിടെ ഇത്രയും പോലീസുകാർ വന്നിരിക്കുന്നത്? അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു, അതോ ഞങ്ങളുടെ പേഴ്സ് ഒരെണ്ണം കളഞ്ഞുപോയി. അതിനകത്ത് ഞങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് കണ്ടുപിടിച്ചു തരുന്നവർക്ക് പകരമായി പൈസ നൽകും എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ ഗാർഡോ, ഞങ്ങൾ അത് കണ്ടുപിടിച്ചു തന്നാൽ എത്ര രൂപ വരെ കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അത് കണ്ടുപിടിച്ചു തരുന്നവർക്ക് $1000 കൊടുക്കും. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗാർഡോയുടെ ആന്റി, ഇതൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് എവിടുന്നാണ് പൈസ എന്ന് ഗാർഡോയോട് ചോദിക്കുന്നു. അത് കേട്ട ആ പോലീസുകാരൻ അവരുടെ മേൽ ഒരു സംശയം വരുന്നു എങ്കിലും അവരോട് വേറെ ഒന്നും
ചോദിക്കാതെ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ റാഫേലും ഗാർഡോയും ആ പേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒരു പേഴ്സിന് ഇത്രയധികം പോലീസുകാർ വന്ന് ഇത്രയും രൂപ തരാമെന്ന് പറഞ്ഞെങ്കിൽ ഈ പേഴ്സിന്റെ ഉടമയ്ക്ക് ഇത് നേരിട്ട് കൊണ്ടു കൊടുത്താൽ നമുക്ക് പോലീസുകാർ തരുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുമായിരിക്കും. അതിനാൽ തൽക്കാലം ഈ പേഴ്സ് നമുക്ക് പോലീസുകാർക്ക് കൊടുക്കേണ്ട എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ മറ്റൊരു കൂട്ടുകാരന്റെ അടുത്തേക്ക് പോകുന്നു. അവന്റെ പേര് റാറ്റോ എന്നാണ്. റാറ്റോയ്ക്ക് ഒരു പ്രത്യേകതരം സ്കിൻ ഡിസീസ് ഉള്ളതിനാൽ അവനെ അവരുടെ ചേരിയിൽ കയറ്റാറില്ലായിരുന്നു. അതിനാൽ റാറ്റോ അവിടെയുള്ള ഓടയിലാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ റാഫേലും ഗാർഡോയും ആ പേഴ്സ് കൊണ്ട് റാറ്റോയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പേഴ്സ് പോലീസുകാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അതിനാൽ ഇതെവിടെയെങ്കിലും സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നു. അത് കേട്ട റാറ്റോ അതിൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു. അപ്പോൾ ഗാർഡോ പറഞ്ഞു, നിനക്ക് $50 തരാം. അത് കേട്ട റാറ്റോ പറഞ്ഞു, $50 ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇത് ഈക്വൽ ഷെയർ തന്നാൽ ഞാൻ സൂക്ഷിക്കാം എന്ന് പറയുന്നു. അത് കേട്ട അവർ, അത് വേണ്ട, പേഴ്സ് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് പേഴ്സും മേടിച്ച് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ റാറ്റോ ആ പേഴ്സിലുണ്ടായിരുന്ന താക്കോൽ കാണിച്ചിട്ട്, ഈ താക്കോലിന്റെ ലോക്കർ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം, ഈക്വൽ ഷെയർ തന്നാൽ മാത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അത് കേട്ട് വേറെ വഴിയില്ലാതെ റാഫേലും ഗാർഡോയും റാറ്റോയ്ക്ക് ഈക്വൽ ഷെയർ തരാമെന്ന് സമ്മതിക്കുന്നു. ഇങ്ങനെ അടുത്ത ദിവസം അവർ മൂന്നുപേരും ആ ലോക്കർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. റാറ്റോ ചെറുപ്പം മുതലേ അവിടെയുള്ള ഓടയിൽ താമസിച്ചതിനാൽ അവന് ആ ഓടയിലൂടെ എവിടേക്ക് പോകാനുള്ള വഴിയും കൃത്യമായി അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവർ ഓടയിലൂടെയാണ് ആ ലോക്കർ ഇരുന്ന സ്ഥലത്തേക്ക് പോയത്. റാറ്റോ റാഫേലിനെയും ഗാർഡോയെയും ആ അഴുക്കുചാലിലൂടെ കൂട്ടിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ റാറ്റോ ആ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു പബ്ലിക് ലോക്കർ കാണിച്ചിട്ട് ആ ലോക്കറുകളിൽ ഒന്നിന്റെ താക്കോൽ ആണിത് എന്ന് പറഞ്ഞു. അവിടെയാണെങ്കിൽ വളരെയധികം ലോക്കറുകളും ഉണ്ടായിരുന്നു. പോരാത്തതിന് മുഴുവനും പോലീസുകാരും ആയിരുന്നു. അങ്ങനെ കൂട്ടുകാരൻ ഗാർഡോ പോലീസുകാരെ ഞാൻ അവിടെ നിന്നും മാറ്റിത്തരാം എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയുടെ ഹാൻഡ് ബാഗും തട്ടിയെടുത്ത് ഓടാൻ ശ്രമിക്കുന്നു. അത് കണ്ട പോലീസുകാർ ഗാർഡോയെ പിടിക്കാനായി ഗാർഡോയുടെ പുറകെ ഓടുന്നു. അങ്ങനെ പോലീസുകാർ അവിടെ നിന്നും പോയ സമയം നോക്കി റാഫേലും റാറ്റോയും ചേർന്ന് ജോസ് ആഞ്ചലോയുടെ ആ ലോക്കർ തുറക്കുന്നു. അതേസമയം ജോസ് ആഞ്ചലോയും ആ ലോക്കർ തുറന്നിരുന്ന സീൻ അവർ തുറക്കുന്നതിന്റെ കൂടെ തന്നെ കാണിക്കുന്നു. അങ്ങനെ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്താണെങ്കിൽ ഒരു ലെറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ലെറ്ററും എടുത്ത് അവർ ട്രെയിനിൽ കയറി അവിടെ നിന്നും പോകുന്നു. ആ സമയം പോലീസുകാരുടെ കണ്ണും വെട്ടിച്ച് ഗാർഡോയും ട്രെയിനിനകത്ത് എത്തിയിരുന്നു. അങ്ങനെ അവർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലെറ്ററിന്റെ മുകളിലുള്ള അഡ്രസ് നോക്കുന്നു. അതൊരു ജയിലിന്റെ അഡ്രസ് ആയിരുന്നു. അങ്ങനെ അവർ ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കുന്നു. അതിനകത്ത് ജോസ് ആഞ്ചലോയുടെയും അയാളുടെ മകളുടെയും 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടാതെ ആ ഫോട്ടോയുടെ പുറകിൽ കുറെ നമ്പറുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നോർത്ത് അവർ തിരിച്ച് അവരുടെ ഏരിയയിലുള്ള പള്ളിയിലെത്തി. നോക്കുമ്പോൾ ഫാദർ പുറത്ത് ആരോടൊക്കെയോ സംസാരിക്കുകയായിരുന്നു. ആ സമയം അവർ അവിടെയുള്ള ഫാദറിന്റെ കമ്പ്യൂട്ടറിൽ ആ ലെറ്ററിനകത്തുള്ള പേര് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ ലെറ്ററിലെ ആൾ ഒരു വക്കീലാണെന്നും അയാൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അധികാരികൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയതിനാൽ അയാളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്നെല്ലാം അവർ മനസ്സിലാക്കുന്നു. ഇതിലെന്തോ പന്തുകേട് തോന്നിയ അവർ അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് അവിടെ നിന്നും പോകുന്നു. ആ സമയം അവരുടെ ചേരി കാണിക്കുന്നു. അവിടെ പോലീസുകാരെല്ലാവരും വന്ന് ആ പേഴ്സ് അന്വേഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഗാർഡോയുമായി സംസാരിച്ച പോലീസുകാരൻ വേറെ ഒരു കുട്ടിയോട് ഗാർഡോയും റാഫേലും എവിടെ എന്നന്വേഷിച്ചു. എന്നാൽ അവരിന്ന് ജോലിക്ക് വന്നില്ല എന്ന് ആ കുട്ടി പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാരൻ ആ പേഴ്സ് റാഫേലിന്റെയും ഗാർഡോയുടെയും കയ്യിൽ കിട്ടിയിരിക്കാമെന്ന നിഗമനത്തിലെത്തുന്നു. അന്ന് രാത്രി റാഫേലും ഗാർഡോയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗാർഡോ പറഞ്ഞു, നമുക്കെന്തിനാടാവേ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, മിണ്ടാതെ ഈ പേഴ്സ്
പേഴ്സ് ആ പോലീസുകാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ തരുന്ന പൈസയും വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കാം. എനിക്കെന്തോ വലിയ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അത് കേട്ട റാഫേൽ പറഞ്ഞു, ശരി, എന്തായാലും ഇത്രയും ആയില്ലേ, അവസാനമായി ആ ജയിലിലുള്ള ആളെ ഒന്ന് പോയി കണ്ടിട്ട് ഇനി എന്തു വേണമെന്ന് തീരുമാനിക്കാം. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലീസുകാർ വന്ന് റാഫേലിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. അത് കണ്ട ഗാർഡോ അവിടെയുള്ള പള്ളിയിലച്ഛന്റെ അടുത്ത് പോയി പോലീസുകാർ റാഫേലിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഫാദറിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ സ്റ്റേഷനിലെത്തിയ ഫാദർ റാഫേലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു, ഇല്ല ഫാദർ, മൈനർ ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാറില്ല. ആ സമയം മറ്റൊരിടത്ത് റാഫേലിനെ പിടിച്ചുകൊണ്ടുവന്ന പോലീസുകാർ ആളുകൾ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ റാഫേലിനെ കാറിൽ നിന്ന് ഇറക്കി. എന്നിട്ട് ആ പേഴ്സ് നിന്റെ കയ്യിൽ കിട്ടിയെന്ന് ഞങ്ങൾക്കറിയാം, മര്യാദയ്ക്ക് അത് തന്നാൽ നിന്റെ ജീവനെങ്കിലും ബാക്കിയാകും എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട് റാഫേൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അത് കണ്ട് കലിപ്പായ പോലീസുകാർ ഇവനെ സത്യം പറയിക്കാനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്നും പറഞ്ഞ് അവന്റെ കൈകാലുകൾ ബന്ധിച്ച് ചാക്ക് പോലെയുള്ള എന്തോ ഒന്നെടുത്ത് അവന്റെ മുഖവും മറയ്ക്കുന്നു. എന്നിട്ട് കാറിന്റെ ബാക്ക് സീറ്റിലിട്ടിട്ട് കാർ നല്ല സ്പീഡിൽ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം തിരിക്കുന്നു. റാഫേലിനാണെങ്കിൽ കയ്യും കാലും കെട്ടി മുഖവും മറിച്ചതിനാൽ എവിടെയും പിടിക്കാനോ ബാലൻസ് ചെയ്യാനോ സാധിച്ചില്ല. അതിനാൽ അവന്റെ മുഖവും തലയുമെല്ലാം കാറിൽ അവിടെയും ഇവിടെയുമെല്ലാം തട്ടി മുറിയുന്നു. അങ്ങനെ മുഖമെല്ലാം മുറിഞ്ഞ് രക്തമൊഴുകിക്കൊണ്ടിരുന്ന റാഫേലിനോട് ആ പോലീസുകാരൻ ആ പേഴ്സ് എവിടെയെന്ന് ചോദിച്ചു. എന്നാൽ അവൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അത് കണ്ട് കലിപ്പായ പോലീസുകാരൻ കൂടെയുള്ളവരോട് അവനെ കൊന്നുകളഞ്ഞേക്കൂ, ഞാൻ സാന്റോസിന്റെ അടുത്ത് മറുപടി പറഞ്ഞോളാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ പറഞ്ഞ ആ സാന്റോസ് ആരാണെന്ന് വെച്ചാൽ അയാളാണ് ഈ സിനിമയിലെ ആ പൊളിറ്റീഷ്യൻ. അവനാണ് ഈ സിനിമയിലെ മെയിൻ വില്ലനും. ആ സാന്റാസ് ചെയ്ത എന്തോ ഒരു വലിയ കറപ്ഷന്റെ ഡീറ്റെയിൽസ് ആ പേഴ്സിനകത്തുണ്ടെന്ന് തോന്നുന്നു. അതിനാലാണ് പോലീസുകാർ ആ പേഴ്സിനായി അത്രയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ റാഫേലിനെ കൊല്ലാൻ പറഞ്ഞ് ആ പോലീസുകാരൻ പോയപ്പോൾ കൊല്ലാൻ വന്ന പോലീസുകാരന് എന്തോ തോന്നി അവനെ വെടിവെക്കാതെ ആകാശത്തേക്ക് വെടിയും വെച്ചിട്ട് ഭൂമിയിലേക്ക് വെടിയും വെച്ച് അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം റാഫേലിന്റെ ചേരിയിലെ ആൾക്കാർ റാഫേൽ വഴിയിൽ കിടക്കുന്നത് കണ്ട് അവനെ എടുത്ത് ഫാദറിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഫാദർ റാഫേലിന്റെ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് മരുന്നെല്ലാം വെക്കുന്നു. എന്നിട്ട് റാഫേലിനോടും കൂട്ടുകാരോടും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ നിൽക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ആ പേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചേക്കൂ, ഞാൻ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്നും അതിനുള്ള പണം വാങ്ങിത്തരാം എന്നും പറഞ്ഞ് ഫാദർ അവിടെ നിന്നും പോയി. ഫാദർ പോയി കഴിഞ്ഞപ്പോൾ അവർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. എങ്ങനെയെങ്കിലും ജയിലിലുള്ള വക്കീലിനെ കാണാൻ സാധിച്ചാൽ ഈ ലെറ്ററിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് ലഭിക്കും. നമ്മളെ സഹായിക്കാൻ ഒലീവിയ സിസ്റ്ററിന് മാത്രമേ ഇപ്പോൾ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിസ്റ്റർ ഒലീവിയ അവരുടെ അടുത്തേക്ക് വന്നത്. ഒലീവിയയെ കണ്ട ഗാർഡോ ഇനി അടുത്ത തവണ റാഫേലിനെ പോലീസുകാർ പിടിക്കാനിടയായാൽ അവനെ അവർ കൊല്ലും. അതിനാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വക്കീലിന്റെ സഹായം വേണം. എനിക്കൊരു മുത്തച്ഛനുണ്ട്, വക്കീലാണ്, പക്ഷേ അയാൾ ഇപ്പോൾ ജയിലിലാണ്. അതിനാൽ എന്റെ മുത്തച്ഛനെ കണ്ട് ഇതെല്ലാം അയാളോട് പറയാൻ എന്നെ ഒന്ന് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് ചോദിച്ചു. അതെല്ലാം കേട്ട് ഒലീവിയയ്ക്ക് ആദ്യം വിശ്വാസം വന്നില്ല. എന്നാൽ അവർ മൂന്നുപേരും ചേർന്ന് ഒരു തരത്തിൽ ഒലീവിയെ സമ്മതിപ്പിച്ചെടുത്തു. ഒലീവിയ പറഞ്ഞു, ശരി, നമുക്ക് നാളെ അദ്ദേഹത്തെ പോയി കാണാം, ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് ഒലീവിയ അവിടെ നിന്നും പോയി. അപ്പോൾ റാഫേൽ പറഞ്ഞു, എടാ, ആ പോലീസുകാർ എന്നെ കൊണ്ടുപോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാന്റാസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആരാണ് അയാൾ? അത് കേട്ട് റാറ്റോ, അയാൾ ഒരു രാഷ്ട്രീയക്കാരനാണ്, എനിക്ക് അവന്റെ വീട് വരെ അറിയാം, വേണമെങ്കിൽ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാം. അവന്റെ വീട് ആ ബീച്ചിനടുത്താണ്, നീ എന്റെ കൂടെ വാ, നമുക്ക് ആ കള്ളപ്പന്നിയെ തിരിച്ചടിക്കാം, ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഒലീവിയ ഗാർഡോയെയും കൂട്ടി ആ വക്കീലിനെ കാണുന്നതിനായി ജയിലിലെത്തി. എന്നാൽ ജയിലിലെ റിസപ്ഷനിൽ ആ ലോയറിന്റെ പേര് പറഞ്ഞു. അയാളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ളയാൾ ആ വക്കീലിനെ കാണാനുള്ള അനുമതിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഒലീവിയ കുറച്ച് പൈസ എടുത്ത് അയാൾക്ക് കൊടുത്തു. അങ്ങനെ ആ വക്കീലിനെ കാണാനായി അവരെ രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അകത്തെത്തിയ ഒലീവിയെയും ഗാർഡോയെയും കാണാനായി ആ വക്കീലെത്തി. ആ വക്കീലാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരാളായിരുന്നു. ഗാർഡോയെ കണ്ട വക്കീൽ, നീ ആരാടാ, എന്റെ കൊച്ചുമോനാണ് എന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നത് എന്ന് ചോദിച്ചു. അത് കേട്ട ഗാർഡോ, ഞാൻ ജോസ് ആഞ്ചലോയുടെ അടുത്തു നിന്നും കിട്ടിയ ഒരു മെസ്സേജ് അറിയിക്കാൻ വന്നതാണ്
എഴുതിയതാണ് എന്ന് പറഞ്ഞു. ജോസ് ആഞ്ചലോയുടെ പേര് കേട്ടതും ആ വക്കീലിന്റെ കണ്ണെല്ലാം നിറഞ്ഞു. വക്കീൽ ചോദിച്ചു, എന്താണ് മെസ്സേജ്? അപ്പോൾ ഗാർഡോ ആ ലെറ്ററിൽ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും വക്കീലിനോട് പറയുന്നു. ആ സമയം ജോസ് ആഞ്ചലോ ആ ലെറ്റർ എഴുതുന്നതായും കാണിക്കുന്നു. അങ്കിൾ ചെറുപ്പം മുതലേ എന്നെ നല്ലത് മാത്രം പഠിപ്പിച്ചു. ആരെയും പറ്റിക്കരുത്, സത്യസന്ധമായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വളർത്തി. നിങ്ങൾ വളരെ കാലമായി എതിർത്ത് പോരാടിക്കൊണ്ടിരുന്ന സാന്റോസിന്റെ കറപ്ഷനെ കുറിച്ച് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാനായി ഒരു തെളിവ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനാൽ അങ്കിളിന് പേടിക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ അങ്കിളിന് ജയിലിൽ നിന്നും പുറത്തു വരാനാകും. ഈ ലെറ്റർ അങ്കിളിന്റെ കൈകളിൽ കിട്ടുമ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കുകയില്ല എന്നായിരുന്നു ആ ലെറ്ററിൽ ഉള്ളത്. അതെല്ലാം കേട്ട ആ വക്കീൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, ആ ലെറ്ററിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ഗാർഡോ പറഞ്ഞു, അതിനുകൂടെ ഒരു ഫോട്ടോയും ഫോട്ടോയുടെ പുറകിൽ കുറച്ച് നമ്പേഴ്സും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വക്കീൽ ജയിൽ വാർഡനെ വിളിച്ചു. ഇവർ എന്നെ സഹായിക്കാൻ വന്നതാണ്, എനിക്ക് എന്റെ ബൈബിൾ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വാർഡൻ, ഇന്നിനി തരാൻ പറ്റില്ല, എന്തെന്നാൽ വിസിറ്റിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു, അതിനാൽ അവരോട് പോയി നാളെ വരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ ഗാർഡോയോട്, നാളെ വന്ന് നീ ആ ബൈബിൾ വാങ്ങണം എന്ന് പറഞ്ഞതിന് ശേഷം ഗാർഡോയുടെ ചെവിയിൽ രഹസ്യമായി പറയുന്നു, അതൊരു ഐഡന്റിറ്റിക്കൽ ബൈബിൾ ആണ്. ഇതുപോലൊരു ബൈബിൾ ജോസ് ആഞ്ചലോയുടെ കയ്യിലുമുണ്ട്. ആ ബൈബിളിലെയും ഈ ബൈബിളിലെയും ചാപ്റ്റേഴ്സും പേജും വാക്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. ഞങ്ങൾ ഈ ബൈബിളുകൾ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറുന്നത്. നിങ്ങൾക്കുള്ള ക്ലൂ ഉള്ളത് ആ ബൈബിളിലായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ആ നമ്പേഴ്സ് വെച്ച് ആ ക്ലൂ കണ്ടുപിടിക്കണം. അതെല്ലാം കേട്ടതിന് ശേഷം ഗാർഡോയും സിസ്റ്റർ ഒലീവിയയും അവിടെ നിന്നും പോകുന്നു. ആ സമയം ജയിൽ വാർഡൻ ഗാർഡോയോട് പറഞ്ഞു, നാളെ നിന്നെ അകത്തേക്ക് വിടണമെങ്കിൽ $1000 കൊണ്ടുവരണം, ഇല്ല എങ്കിൽ ആ ബൈബിൾ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി റാഫേലിനെയും റാറ്റോയെയും കാണിക്കുന്നു. അവർ ഒരു ബസ്സിൽ സാന്റോസിന്റെ വീട് കാണാൻ പോവുകയായിരുന്നു. അങ്ങനെ സാന്റോസിന്റെ വീടിനടുത്തെത്തിയ അവർ ആ വീടിന്റെ മതിൽ ചാടി. എന്നാൽ അവർ കറക്റ്റായി അവിടെ ഉണ്ടായിരുന്ന പട്ടിയുടെ വായിലേക്ക് തന്നെയാണ് ചാടിക്കൊടുത്തത്. ആ പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് അവിടെയുള്ള വാച്ച്മാൻ വന്നു. അവരെ കണ്ട വാച്ച്മാൻ, നിങ്ങൾ ആരാ, ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ, ഒന്നുമില്ലെന്നോ, ഞങ്ങൾ ഈ പഴം പറിക്കാൻ ചാടിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, ഈ കോമ്പൗണ്ടിനുള്ളിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല, എന്തായാലും എന്റെ മുമ്പിലായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സാന്റോസിന്റെ വൈഫിന്റെ മുമ്പിലെങ്ങാനും ചെന്നുപെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ശവമടക്ക് നടത്തിയേനെ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയം അവിടെ കുറേയധികം സെക്യൂരിറ്റീസിനെ കണ്ട റാഫേൽ, ഇതെന്തെന്നാ ഇവിടെ ഇത്രയും സെക്യൂരിറ്റികൾ എന്ന് ചോദിച്ചു. അത് കേട്ട വാച്ച്മാൻ അവരെ രണ്ടുപേരെയും വിളിച്ച് അടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ബോസ് ഇല്ലേ സാന്റോസ്, അയാൾ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ്. അയാൾ അഴിമതിയുടെ രാജാവാണ്. അയാളുടെ വലം കൈയായിരുന്നു ജോസ് ആഞ്ചലോ എന്നൊരാൾ. ഈ ജോസ് ആഞ്ചലോ ആയിരുന്നു സാന്റോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. സാന്റോസിന് ഒരു ശീലമുണ്ടായിരുന്നു. അയാൾ ഒരു ഡയറിയിൽ ഓരോ അഴിമതിയുടെയും കണക്കു വിവരങ്ങൾ എഴുതി വെക്കുമായിരുന്നു. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്താൽ പിടിക്കപ്പെടും, അതിനാലാണ് ഡയറിയിൽ എഴുതി വെച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം എവിടുന്നോ കിട്ടിയ കുറച്ച് പണവും ആ ഡയറിയും ജോസ് ആഞ്ചലോയുടെ കയ്യിൽ കൊടുത്തിട്ട് അകത്തുള്ള ലോക്കറിൽ വെക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചു. എന്നിട്ട് സാന്റോസ് പുറത്തെവിടെയോ കാറിൽ കയറിപ്പോയി. ആ സമയം ജോസ് ആഞ്ചലോ ആ ലോക്കർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിറയെ അഴിമതിയിലൂടെയും ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതുമായ പണം ഇരിക്കുന്നത് കാണുന്നു. അത് കണ്ട ജോസ് ആഞ്ചലോ, ജനങ്ങളെ പറ്റിച്ച് ഇത്രയധികം പൈസ ഉണ്ടാക്കിയ ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊടുക്കണം എന്ന് കരുതി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിനായി ജോസ് ആഞ്ചലോ സാന്റോസിന്റെ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് കേടാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു. ഹൗസ് കീപ്പർ വന്നു നോക്കുമ്പോൾ ഫ്രിഡ്ജിനകത്തു നിന്നും വെള്ളമെല്ലാം തറയിലൂടെ ഒഴുകിക്കിടക്കുന്നു. അതുകൊണ്ട് വേലക്കാരിയെ ജോസ് ആഞ്ചലോയോട് പറഞ്ഞു, ഈ ഫ്രിഡ്ജ് കേടായി എന്ന് തോന്നുന്നു, അതിനാൽ ഇതെടുത്ത് പള്ളയിൽ കളഞ്ഞിട്ട് പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി ഇവിടെ വെച്ചേക്കും എന്നും പറഞ്ഞ് വേലക്കാരി അവിടെ നിന്നും പോകുന്നു. അത് കേട്ട ജോസ് ആഞ്ചലോ ഉടൻ തന്നെ ലോക്കർ റൂമിൽ പോയി ലോക്കർ തുറന്ന് ആ ലോക്കറിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും കൂടെ ആ ഡയറിയും എടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി ഇവിടെ നിന്നും ടാറ്റായും പറഞ്ഞു പോയി. ജോസ് ആഞ്ചലോ അവസാനമായി ആ ടാറ്റ തന്നതുവരെ വേറെ ആർക്കുമല്ല, എനിക്കായിരുന്നു എന്ന് ആ സെക്യൂരിറ്റി പറഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ ഇത്രയും സെക്യൂരിറ്റി
സെലിബ്രിറ്റികളെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. ഇതൊന്നും പുറത്താരോടും പറയരുത്, എന്റെ ജോലി പോകും എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട അവർ തിരിച്ച് തങ്ങളുടെ ചേരിയിലേക്ക് പോകുന്നു. അവിടെ വന്ന അവർ 3 പേരും ചേർന്ന് സിസ്റ്റർ ഒലീവിയയുടെ അടുത്ത് ചെന്ന്, സിസ്റ്റർ, ഞങ്ങൾക്ക് വക്കീലിന്റെ കയ്യിൽ നിന്നും ആ ബൈബിൾ വാങ്ങുന്നതിന് $1000 വേണമെന്ന് പറഞ്ഞു. അത് കേട്ട സിസ്റ്റർ, $1000 കൊടുത്ത് എന്തിനാണ് ആ ബൈബിൾ വാങ്ങിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ വേറെ ബൈബിൾ തരാം എന്ന് പറയുന്നു. അത് കേട്ട അവർ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം സിസ്റ്റർ ഒലീവിയയോട് പറയുന്നു. അതെല്ലാം കേട്ട സിസ്റ്റർ, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം എടുത്ത് തലയിൽ വെക്കുന്നത്? ആ പേഴ്സ് കൊണ്ടുപോയി ആ പോലീസുകാരുടെ കയ്യിൽ കൊടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അത് കേട്ട അവർ, സിസ്റ്റർ, ഞങ്ങൾക്ക് ഇവിടെയുള്ള പോലീസുകാരെ ഒന്നും വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തോ സത്യമുണ്ട് എന്ന് തോന്നുന്നു. എല്ലാം കേട്ട സിസ്റ്റർ എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു സഹായം ചെയ്യാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിലാക്കി നെറ്റിൽ അപ്ലോഡ് ചെയ്യാം, അത് കേട്ട് നിങ്ങളെ ആരെങ്കിലും സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യന്മാർ 3 പേരും തങ്ങൾക്ക് പേഴ്സ് കിട്ടിയത് മുതൽ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഒലീവിയയോട് പറയുന്നു. ഒലീവിയ അതെല്ലാം ഒരു വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു. കറക്റ്റ് ആ സമയത്ത് കുറെ പോലീസുകാർ അവരുടെ കഥകളെല്ലാം തകർത്ത് അകത്തേക്ക് വരുന്നു. എന്നാൽ പയ്യന്മാർ 3 പേരും പോലീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവർ രക്ഷപ്പെടുന്നതിനിടയിൽ അവരുടെ കൈ തട്ടി വീഡിയോ ക്യാമറ തറയിൽ വീണു. അവരെ കിട്ടാത്തതിനാൽ പോലീസുകാർ സിസ്റ്റർ ഒലീവിയയെ ചോദ്യം ചെയ്യണം എന്നും പറഞ്ഞ് അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്നു. ഒപ്പം അവരുടെ ആ ചേര് മുഴുവനും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. അത് കണ്ട അവർ കാരണമാണല്ലോ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ റാറ്റോ പറഞ്ഞു, നിങ്ങൾ നടന്നോളൂ, ഞാൻ പോയി നമ്മുടെ ചേരിയിലെ ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ചേരിയിലേക്ക് പോകുന്നു. അവിടെയുള്ള ഫാദറിന്റെ ചർച്ചിനടുത്തുള്ള വീട്ടിൽ ആ ചേരിയിലെ ജനങ്ങൾക്കെല്ലാം താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ആ സമയം റാറ്റോ ഫാദറിന്റെ റൂമിൽ പോയി ഫാദർ അറിയാതെ അവിടെ നിന്നും $1000 എടുത്തിട്ട് അവന്റെ ഫീലിംഗ്സ് ആയി കരയുന്ന ഒരു ഫോട്ടോയും വരച്ച് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ആ ഡ്രോയിങ് കണ്ട ഫാദറിനും വളരെയധികം വിഷമമാകുന്നു. അങ്ങനെ റാറ്റോ റാഫേലും ഗാർഡോയും ഇരുന്നിരുന്ന പാലത്തിന്റെ അടിയിൽ വന്നു. എന്നിട്ട് ഫാദറിന്റെ അടുത്ത് നിന്നും എടുത്ത $1000 അവരുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നോട് ദൈവം പോലും പൊറുക്കില്ലായിരിക്കും അല്ലേ? അത് കേട്ട റാഫേൽ, നമ്മൾ ഇപ്പോൾ ദൈവത്തിന്റെ പാതയിലാണ്, അതിനാൽ ഉറപ്പായും ദൈവം നമ്മളോട് ക്ഷമിക്കുമെടാ എന്ന് പറഞ്ഞിട്ട് റാഫേൽ ഒരു പ്ലാൻ പറയുന്നു. പ്ലാൻ എന്തെന്നാൽ, ഈ $1000 അങ്ങനെയെ ആ ജയിൽ വാർഡന്റെ കയ്യിൽ കൊടുത്താൽ ഒരു പക്ഷേ അയാൾ നമ്മളെ പറ്റിച്ചേക്കാം. അതിനാൽ ഈ പൈസ വാർഡന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്ലാൻ റെഡിയാക്കണം. ഗാർഡോയെ മാത്രമേ ഇപ്പോൾ ആ വാർഡൻ അറിയുള്ളൂ, ഞങ്ങളെ 2 പേരെയും അയാൾക്കറിയില്ല. അതിനാൽ ഒരു സേഫ്റ്റിക്കായി ഞാനും റാറ്റോയും വെളിയിൽ നിൽക്കാം. നീ അകത്തു പോയി വാർഡന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ ബൈബിൾ വാങ്ങി അത് വക്കീലിന്റെ ബൈബിൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പൈസ കൊടുക്കണം. അതിനുശേഷം ബൈബിൾ കൊണ്ടുവന്ന് തെരുവിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന റാറ്റോയുടെ കയ്യിൽ ആരും അറിയാതെ കൊടുക്കണം. റാറ്റോ, നീ ബൈബിൾ കിട്ടിയ ഉടനെ ആർക്കും സംശയം തോന്നാത്ത വിധം പതുക്കെ അവിടെ നിന്നും വന്ന് എന്റെ കയ്യിൽ കൊണ്ടുതരണം. അതിനുശേഷം നമുക്ക് 3 പേർക്കും ഒരുമിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാം എന്ന് പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അവരുടെ പ്ലാൻ എല്ലാം തുടക്കത്തിലെ തന്നെ പാളി. ബൈബിൾ വാങ്ങി ചെക്ക് ചെയ്തതിനു ശേഷം പൈസ കൊടുക്കാൻ പറഞ്ഞതിന് തുടക്കത്തിലെ തന്നെ ഗാർഡോ പൈസ എടുത്തു കൊടുത്തു. എന്തായാലും വാർഡൻ പറഞ്ഞതുപോലെ തന്നെ ബൈബിൾ കൊടുക്കുന്നു, കൂടെ ഒരു മുട്ടൻ പണിയും. വാർഡൻ അവിടെ ഗാർഡോയെ പിടിക്കുന്നതിനായി ഓൾറെഡി പോലീസുകാരെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഗാർഡോയെ പിടിക്കാനായി വരുന്നു. അത് കണ്ട ഗാർഡോ പോലീസുകാരെ വെട്ടിച്ച് അവിടെ നിന്നും ബൈബിളുമായി ഓടുന്നു. ആരും അറിയാതെ ബൈബിൾ കൊണ്ടുവന്ന് റാറ്റോയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞതിന് പോലീസുകാരുടെയും ജനങ്ങളുടെയും മുമ്പിൽ വെച്ച് തന്നെ ഓട്ടത്തിനിടയിൽ ബൈബിൾ റാറ്റോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ അവർ 3 പേരും പോലീസുകാരുടെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു. ഒരു 15 മിനിറ്റ് ഉണ്ട് അവരുടെ ആ ക്യാറ്റ് ആൻഡ് മൗസ് റൺ. അങ്ങനെ അവസാനം അവർ പോലീസുകാരുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ട് സിറ്റിയുടെ നടുക്കുള്ള ഒരു ഫ്ളാറ്റിൽ ആൾ താമസമില്ലാത്ത ഒരു മുറിയിൽ വന്ന് ഒളിച്ച് ആ ബൈബിൾ വെച്ച് അതിലെന്ത് ക്ലൂ ആണ് ഉള്ളതെന്ന് നോക്കുന്നു.
ജോസ് ആഞ്ചലോയുടെ കയ്യിൽ നിന്നും കിട്ടിയ ആ നമ്പർ വെച്ച് വേണം ഇതിലെ ക്ലൂ നോക്കാൻ. നിങ്ങൾ അത് കണ്ടുപിടിക്കൂ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് ഗാർഡോ വെളിയിലേക്ക് പോയി. അങ്ങനെ പുറത്തു വന്ന ഗാർഡോ ആളുകൾ വേസ്റ്റ് ആയിട്ട് കളഞ്ഞ പഴങ്ങളെല്ലാം ഒരു കുപ്പത്തൊട്ടിയിൽ നിന്നും പെറുക്കിയെടുക്കുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പാടിലിരുന്നിട്ടും പോലീസുകാർ ആ പേഴ്സ് കൊടുത്താൽ കെട്ടുകെട്ടായി പൈസ തരാമെന്ന് പറഞ്ഞിട്ടും അതിലൊന്നും വീഴാതെ അതിലെ സത്യം എന്താണെന്ന് തേടുന്നു, അതും സ്വന്തം ജീവൻ പണയം വെച്ച്. ആ സമയം വീണ്ടും റാഫേലിനെയും റാറ്റോയെയും കാണിക്കുന്നു. അവർ ജോസ് ആഞ്ചലോയുടെ ലോക്കറിൽ നിന്നും കിട്ടിയ ആ നമ്പർ വെച്ച് ബൈബിളിൽ എന്ത് ക്ലൂ ആണുള്ളതെന്ന് തപ്പുകയായിരുന്നു. ആഞ്ചലോയുടെ ആ നമ്പർ ചീട്ടിൽ മൊത്തം 4 സെറ്റ് നമ്പറുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് പേജ് നമ്പർ ആയിരുന്നു. രണ്ടാമത്തെ നമ്പർ ആ പേജിലെ ചാപ്റ്ററിന്റെ നമ്പർ. മൂന്നാമത്തേത് ആ ചാപ്റ്ററിലെ പാരഗ്രാഫിനെ കുറിക്കുന്നു. നാലാമത്തെ നമ്പർ ആണെങ്കിൽ ആ പാരഗ്രാഫിലെ വാക്കുകളെ കാണിക്കുന്നു. അങ്ങനെ അവർ ആ 4 സെറ്റ് നമ്പർ വെച്ച് 4 വാക്കുകൾ കണ്ടുപിടിക്കുന്നു. അതെല്ലാം ഓരോരോ മൃഗങ്ങളുടെ പേരായിരുന്നു. അപ്പോഴാണ് അവർ ജോസ് ആഞ്ചലോയുടെ പേഴ്സിൽ നിന്നും മൃഗങ്ങളുടെ ഫോട്ടോയുള്ള ഒരു പേപ്പർ കിട്ടിയ കാര്യം ഓർമ്മിക്കുന്നത്. അങ്ങനെ ആ കിട്ടിയ ആനിമലിന്റെ പേര് ആഞ്ചലോയുടെ കയ്യിലെ പേഴ്സിൽ നിന്നും കിട്ടിയ ആനിമൽസിന്റെ ഫോട്ടോസുമായി വെച്ചു നോക്കുന്നു. അപ്പോൾ ആ ഫോട്ടോയിൽ നിന്നും വേറെ 4 നമ്പറുകൾ കിട്ടുന്നു. ആ നമ്പറുകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിൽ എഴുതി നോക്കുമ്പോൾ അതിൽ നിന്നും അവർക്കൊരു ഫോൺ നമ്പർ കിട്ടുന്നു. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി അവർ നിന്നിരുന്ന ഫ്ളാറ്റിന് വെളിയിൽ അവരെ അന്വേഷിച്ച് പോലീസുകാർ എത്തുന്നതായി കാണിക്കുന്നു. എന്നാൽ പോലീസുകാരെ അവിടെ കുപ്പയിൽ നിന്നും പഴങ്ങൾ പറക്കിക്കൊണ്ടിരുന്ന ഗാർഡോ കാണുന്നു. പോലീസുകാരെ കണ്ട ഗാർഡോ പുറകുവശത്തെ സ്റ്റെപ്പിലൂടെ വേഗം പോയി റാഫേലിനെയും റാറ്റോയെയും കൂട്ടി പുറകുവശത്തെ തന്നെ വഴിയിലൂടെ രക്ഷപ്പെടുന്നു. എന്നാൽ പോലീസുകാർ വീണ്ടും അവരെ കാണുന്നു. അപ്പോൾ അവിടെയുള്ള അപ്പാർട്ട്മെന്റിലെ ഒരു കൊച്ചു പെൺകുട്ടി അവരെ കണ്ടതും എന്തോ തോന്നി അവരെ 3 പേരെയും ആ പെൺകുട്ടിയുടെ കൂട്ടുകാരോട് പറഞ്ഞ് അവരുടെ ബൈക്കിൽ കയറ്റി അവിടെ നിന്നും രക്ഷിക്കുന്നു. ആ സമയം മെയിൻ ആയിട്ടുള്ള പോലീസ് ആ പയ്യന്മാരുണ്ടായിരുന്ന ആ റൂമിലെത്തി. അവർ അവിടെ ഭിത്തിയിൽ എഴുതി വെച്ച നമ്പർ കാണുന്നു. അതുകണ്ട ആ പോലീസുകാരൻ ഒരു ഫോൺ നമ്പർ പോലെ തോന്നി തന്റെ ഫോൺ എടുത്ത് ആ നമ്പർ ഡയൽ ചെയ്യുന്നു. അതേസമയം അവിടെ നിന്നും രക്ഷപ്പെട്ടോടിയ റാഫേലും കൂട്ടുകാരും ഒരു പബ്ലിക് ബൂത്തിൽ നിന്നും ആ നമ്പറിലേക്ക് വിളിക്കുന്നു. 2 പേർക്കും ഒരേ സമയം തന്നെ ബെല്ല് പോകുന്നു. എന്നാൽ ഉടനെ തന്നെ കസ്റ്റമർ കെയറിൽ നിന്നും സംസാരിക്കുന്നത് പോലെ ഒരു വോയിസ് വന്നു. നിങ്ങൾ ഡയൽ ചെയ്ത സ്ഥലം സെന്റ് ഫ്രാൻസിസ് ശവക്കോട്ടയാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കുകയുള്ളൂ എന്നായിരുന്നു ആ വോയിസ്. അങ്ങനെ ആ പയ്യന്മാർക്കും പോലീസുകാരനും ജോസ് ആഞ്ചലോ കൊണ്ടുപോയ പണം ആ ശവക്കോട്ടയിലാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ പണം ശവക്കോട്ടയിലാണെന്ന് മനസ്സിലായ പയ്യന്മാർ നേരെ ആ ശവക്കോട്ടയിലെത്തി. എന്നാൽ ആ ശവക്കോട്ടയിൽ വളരെയധികം ശവക്കല്ലറുകൾ ഉണ്ടായിരുന്നു. അതിനാൽ ഈ ശവക്കല്ലറുകൾ ഇടയിൽ നിന്നും ആ പണം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ച് അവരങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി റാറ്റോയും ഗാർഡോയും ആ ശവക്കല്ലറുകൾ മുഴുവനും എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ തിരച്ചിൽ ആരംഭിക്കുന്നു. അപ്പോഴാണ് റാഫേലിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ജോസ് ആഞ്ചലോയുടെ കയ്യിൽ നിന്നും കിട്ടിയ കലണ്ടർ. അവൻ അതെടുത്ത് നോക്കുമ്പോൾ ആ കലണ്ടറിൽ 17 എന്ന ഡേറ്റ് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റാഫേൽ 17ാം നമ്പർ ശവക്കല്ലറ തേടി കണ്ടുപിടിക്കുന്നു. ഈ ശവക്കല്ലറയാണ് സിനിമ തുടങ്ങുമ്പോൾ ജോസ് ആഞ്ചലോ പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച മകളുടെ ശവക്കല്ലറ. ആ സമയം ഒരു പ്രേതത്തെ പോലെ റാഫേലിന് പുറകിൽ ഒരു കൊച്ചു പെൺകുട്ടി വന്നു നിൽക്കുന്നു. അത് കണ്ട് റാഫേൽ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ജോസ് ആഞ്ചലോയുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ കുട്ടിയായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ അച്ഛനാണ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം, അതുവരെ എവിടെയും പോകരുത് എന്ന് പറഞ്ഞ് പോയി. എന്നാൽ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. ഇതുവരെ എന്റെ അച്ഛൻ വന്നില്ല. നിങ്ങൾ ആരെങ്കിലും എന്റെ അച്ഛനെ കണ്ടോ? അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പോലീസുകാരൻ ആ ശവക്കല്ലറയിലേക്ക് വരുന്നതായി കാണിക്കുന്നു. പോലീസുകാരൻ അവിടെ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഗാർഡോയെയും റാറ്റോയെയും പിടികൂടുന്നു. എന്നിട്ട് അവരെ 2 പേരെയും കൂട്ടി റാഫേലിന്റെ അടുത്തേക്ക് വന്നു. ആ പോലീസുകാരനെ കണ്ടതും ആ പെൺകുട്ടി അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ ആ പോലീസുകാരൻ ആ പയ്യന്മാരോട് അവർ കണ്ടുപിടിച്ച ആ ശവക്കല്ലറ പൊളിക്കാൻ പറയുന്നു. അങ്ങനെ ആ പയ്യന്മാരെല്ലാവരും ചേർന്ന് ആ ശവക്കല്ലറ പൊളിക്കുന്നു. നോക്കുമ്പോൾ അതാ സാന്റോസിന്റെ വീട്ടിൽ നിന്നും ജോസ് ആഞ്ചലോ എടുത്ത മുഴുവൻ പണവും സാന്റോസിന്റെ ആ ഡയറിയും ആ ശവക്കല്ലറക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ട പോലീസുകാരൻ ഉടനെ തന്നെ സാന്റോസിനെ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഡയറി മാത്രമേ ഇവിടെ കണ്ടെത്താനായുള്ളൂ. ആ പണം മുഴുവനും എവിടെയാണെന്ന് ഇതുവരെ അറിയില്ല. ആ
പോലീസുകാരൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതെ, ആ പോലീസുകാരൻ ആ പൈസ മുഴുവനും അടിച്ചു മാറ്റാനുള്ള പ്ലാൻ ആയിരുന്നു. എന്നാൽ ആ സമയം അവിടെ ഒളിച്ചിരുന്ന ജോസ് ആഞ്ചലോയുടെ മകൾ ഒരു കല്ലെടുത്ത് ആ പോലീസുകാരന്റെ തലയിലിടുന്നു. ആ സമയം ആ പയ്യന്മാർ 3 പേരും ചേർന്ന് ആ പോലീസുകാരനെ അടിച്ച് താഴെ വീഴ്ത്തി. എന്നിട്ട് റാഫേൽ ആ പോലീസുകാരന്റെ തന്നെ തോക്കെടുത്ത് പോലീസുകാരനെ തോക്ക് ചൂണ്ടി നിർത്തുന്നു. അതിനുശേഷം അവിടെയുള്ള മുഴുവൻ പണവും ആ ഡയറിയും കൂടെ ജോസ് ആഞ്ചലോയുടെ മകളെയും കൂട്ടി അവർ 3 പേരും അവിടെ നിന്നും ഒരു വേസ്റ്റ് ലോറിയിൽ കയറി തങ്ങളുടെ ഏരിയയിലേക്ക് രക്ഷപ്പെടുന്നു. അങ്ങനെ അവിടെ എത്തിയ അവർ സാന്റോസിന്റെ ആ ഡയറിയും കൂടെ ഫാദറിന്റെ കയ്യിൽ നിന്നെടുത്ത $1000 ഒപ്പം അവരിപ്പോൾ ഹാപ്പി ആണെന്നുള്ള ഒരു ഇമോജിയും വരച്ച് ഫാദറിന്റെ റൂമിൽ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം അവിടെ നിന്നും കിട്ടിയ പണത്തിൽ നിന്നും കുറെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ആ കുപ്പയിലേക്ക് എറിയുന്നു. അത് കണ്ട ആ ചേരിയിലെ ജനങ്ങൾ ആ പൈസയെല്ലാം പെറുക്കിയെടുക്കുന്നു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന പൈസയും എടുത്ത് ജോസ് ആഞ്ചലോയുടെ മകളെയും കൂട്ടി അവർ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ സമയം നമ്മുടെ സിസ്റ്റർ ഒലീവിയയും കാണിക്കുന്നു. ഒലീവിയയെ രാത്രി മുഴുവനും സ്റ്റേഷനിൽ വെച്ചിട്ട് ഇപ്പോഴാണ് വിട്ടത്. അങ്ങനെ ഒലീവിയ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തലേ ദിവസം ആ പയ്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത വീഡിയോ ക്യാമറ കാണുന്നു. സിസ്റ്റർ അതെടുത്ത് നോക്കുമ്പോൾ ആ പയ്യന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദറിനെ കാണിക്കുന്നു. ഫാദർ ആ പയ്യന്മാർ കൊണ്ടുവച്ച ആ ഡയറി എടുത്ത് വായിച്ചു നോക്കുകയായിരുന്നു. അതെല്ലാം കണ്ട ഫാദർ സിസ്റ്റർ ഒലീവിയയുടെ അടുത്ത് വന്ന് അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും ആ പയ്യന്മാരെ ഇതിൽ നിന്നും രക്ഷിക്കണം. അപ്പോൾ ഒലീവിയ, ആ പയ്യന്മാരുടെ വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാനത് നെറ്റിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നു. കൂടെ ആ ഡയറിയിലെ കാര്യങ്ങളും കൂടി ചേർക്കുന്നു. അങ്ങനെ സാന്റോസിനെയും ആ പോലീസുകാരനെയും അറസ്റ്റ് ചെയ്യുന്നു. കൂടാതെ ഇത്രയൊക്കെ സഹിച്ച് ഇതെല്ലാം ജനങ്ങളിൽ എത്തിച്ച ആ പയ്യന്മാർക്ക് വേണ്ടി ജനങ്ങളെല്ലാം തെരുവിലിറങ്ങി പോരാട്ടവും ആരംഭിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ ആ പയ്യന്മാരും ആ പെൺകുട്ടിയും മറ്റൊരു സ്ഥലത്ത് തങ്ങളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതായി കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണ്ടവർ മനു മൂവീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ സിനിമയുടെ ലിങ്ക് വേണ്ടവർ മനു മൂവീസ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.